ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഖത്തർ പ്രധാനമന്ത്രി. ഇസ്രായേലിൻ്റേത് ഭരണകൂട ഭീകരതയെന്നും നെതന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി പ്രതികരിച്ചു. ഖത്തർ ആക്രമണം വിശദീകരിക്കാൻ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ഇന്ന് ചേരും. Honestly, I have no words to express how raged we are from such an action. This is state terror. നെതന്യാഹുവിന്റേത് ഭരണകൂട ഭീകരത, രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേർക്കുള്ള കടന്നാക്രമണം. ഗസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നെതന്യാഹു നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യനല്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി. Such a threat coming from someone like Netanyahu, and he's calling about bring them to justice. He needs to be brought to justice. He's the one who's wanted to the ICC. That's number one. So I think that someone like him trying to lecture the world about the law, he's breaking every law. ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിനെതിരെ ഇനിയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അമേരിക്ക എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ആക്രമണത്തിൽ ട്രംപ് ഇസ്രായേലിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേലിനെതിരെ കൂട്ടായ പ്രതിഷേധം ഉയർന്നുവരണം. ഗൾഫ് മേഖലയുടെ സുരക്ഷ അപകടത്തിലാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ GCC രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി ആഹ്വാനം ചെയ്തു. ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിരുന്നു. ഖത്തർ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ഇന്ന് ചേരും. ഇന്റർനാഷണൽ ഡെസ്ക് 24.